ഹിസ്റ്ററി ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് BA ഹിസ്റ്ററിയുടെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ഒരു പേപ്പറാണ് വെസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസ്. അതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ നോക്കുന്നത്. ഇനി നമുക്കിത് ഈ ഭാഗത്ത് നോക്കാനുള്ളത് മൗണ്ടൻ റേഞ്ചസ് ഓഫ് വെസ്റ്റ് ഏഷ്യ എന്നുള്ള ഭാഗമാണ്. പശ്ചിമേഷ്യയിലെ പർവ്വതനിരകളെക്കുറിച്ച് നോക്കാം. പ്രധാനപ്പെട്ട പർവ്വതനിരകളാണ് അരരാത്ത് പർവ്വതം, സാഗ്രോസ് പർവ്വതം, പോണ്ടസ് പർവ്വതം, ടോറസ് പർവ്വതം. ഈ പോണ്ടസ് പർവ്വതനിരകൾക്കും ടോറസ് പർവ്വതനിരകൾക്കും ഇടയിലുള്ള പീഠഭൂമിയാണ് അനറ്റോലിയൻ പീഠഭൂമി. മറ്റ് പർവ്വതനിരകളെക്കുറിച്ചും അവയുടെ പ്രത്യേകതകളെക്കുറിച്ചും നോക്കാം. ഇറാൻ പീഠഭൂമി മുഴുവനായിട്ട് വിവിധ പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ടതാണ്. കിഴക്കൻ കോട്ട ഇറാന്റെ അതിർത്തിയെ ഏതാണ്ട് ഉൾക്കൊള്ളുന്നുണ്ട്. സമാന്തരവും എന്നാൽ തകർന്നതുമായിട്ടുള്ള ശ്രേണികൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇറാൻ, അഫ്ഗാൻ, പാകിസ്ഥാൻ ട്രൈ ജംഗ്ഷന്റെ തെക്കു ഭാഗത്താണ് കുഹി തഫാൻ എന്നുള്ള പർവ്വതനിരയുള്ളത്. 1500 മീറ്ററിന് മുകളിലുള്ള ഉയർന്ന ചെരിവുകളിൽ മൃഗങ്ങളെ മേയ്ക്കുന്ന ഈ കുഹി തഫാന് 4042 മീറ്റർ ഉയരമുണ്ട്. 1500 മീറ്ററിന് മുകളിലുള്ള ഉയർന്ന ചെരിവുകളിൽ മൃഗങ്ങളെ മേയ്ക്കുന്ന അർദ്ധനാടോടികളായ ഗോത്രവർഗ്ഗക്കാരാണ് ഇവിടെ താമസിക്കുന്നത്. ജനസംഖ്യയിൽ ഒരു ചെറിയ വിഭാഗം കൃഷിയെ പിന്തുണയ്ക്കുന്ന ജനവിഭാഗമാണ്. ഭൂഗർഭ ചാനലുകൾ വഴിയുള്ള ജലസേചനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സംസ്കാരമാണിത്. പീഠഭൂമിയുടെ വടക്ക് ഭാഗത്ത് 3 ഭാഗങ്ങളായുള്ള ഒരു ശ്രേണിയോട് കൂടിയുണ്ട്. കിഴക്കൻ ഭാഗത്ത് ഇറാൻ തുർക്കിസ്ഥാൻ അതിർത്തി നിർവചിക്കുന്ന അലദാഗ്, കാപ്പറ്റ്ഡാഗ് എന്നിവയുടെ സമാന്തര ശ്രേണികളുണ്ട്. മധ്യഭാഗത്ത് കാസ്പിയൻ കടലിൻ്റെ തെക്കൻ തീരത്ത് നിന്ന് കുത്തനെ ഉയരുന്ന എൽബസ് പർവ്വതനിരയാണ്. ഇതിൻ്റെ പ്രധാന കൊടുമുടിയായ ദാമാവേന്ത് പശ്ചിമേഷ്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ്. ടെഹ്റാന്റെ വടക്ക് കിഴക്കായി തലയുയർത്തി നിൽക്കുന്ന ഒരു അഗ്നിപർവ്വത ശ്രേണിയാണിത്. ഈ ഉയർന്ന പ്രദേശങ്ങളിലെ വലിയ പ്രദേശങ്ങൾ ചെമ്മരിയാടുകളെയും ആടിനെയും മേയ്ക്കാൻ ഉപയോഗിക്കുന്നു. ആവശ്യത്തിന് മഴ ലഭിക്കുന്ന 1200 മീറ്റർ താഴെയുള്ള താഴ്ന്ന ചെരിവുകൾ വൈവിധ്യമാർന്ന വിളകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പടിഞ്ഞാറൻ ഭാഗം തവലിഷ് റേഞ്ച് വടക്ക് പടിഞ്ഞാറ് അസർബൈജാനിലേക്ക് തിരിയുന്ന ഭാഗമാണ്. അതിൻ്റെ ഏറ്റവും ഉയർന്ന കൊടുമുടി സബലൻ കൊടുമുടിയാണ്. ഇവിടെ പ്രധാന വിളയായി ഗോതമ്പ് വളരുന്ന താഴ്വരകളെ വിളയായിട്ട് അവർ ഗോതമ്പാണ് ഉപയോഗിക്കുന്നത്. ഈ താഴ്വരകളും കൂടി ഈ പർവ്വതത്തിൻ്റെ താഴ്വരകളാണ് ഇതെല്ലാം. ഇറാന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആധിപത്യം പുലർത്തുന്നത് സാഗ്രോസ് പർവ്വതനിരകളാണ്. തെക്ക് കിഴക്ക് കുർദിസ്ഥാനിൽ നിന്ന് ഹോർമൂസ് കടലിടുക്ക് വരെ അത് നീണ്ടു കിടക്കുന്നുണ്ട്. പർവ്വതങ്ങൾ ഉയർന്നതും പരുക്കനുമായ സമാന്തര ശ്രേണികളായിട്ടുള്ളതാണ്. ഈ ഉയർന്ന പ്രദേശത്തിൻ്റെ സമുച്ചയത്തിന് ശരാശരി 300 കിലോമീറ്റർ വീതിയുണ്ട്. 400 മില്ലിമീറ്ററിലധികം ശരാശരി വർഷമഴ ലഭിക്കുന്ന വടക്കൻ ഭാഗം കാർഷികമായിട്ട് മെച്ചപ്പെട്ട ഭാഗമാണ്. ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള സർദകുഹ് എസ്പഹാന്റെ പടിഞ്ഞാറ് ശ്രേണിയുടെ മധ്യഭാഗത്താണ്. വടക്കൻ സാഗ്രോസിൽ പാസ്റ്റൽ അർദ്ധനാടോടികളായ കുർദു ഗോത്രങ്ങൾ, അതായത് നാടോടി ജീവിതം നയിക്കുന്ന പാസ്റ്റൽ ലൈഫ് നയിക്കുന്ന കുർദു ഗോത്രങ്ങളാണ് താമസിക്കുന്നത്. സെൻട്രൽ തെക്കൻ സാഗ്രോസിൽ ട്രാൻസ് ഹ്യൂമൻസ് പരിശീലിക്കുന്ന നിരവധി ഗോത്രങ്ങളുണ്ട്. ചെമ്മരിയാടുകളോടും ആടുകളോടുമുള്ള അവരുടെ കുടിയേറ്റം അടിസ്ഥാനപരമായിട്ട് സ്ഥിരമായ ശീതകാല താവളങ്ങളിൽ നിന്ന് വേനൽക്കാല മേച്ചിൽപ്പുറങ്ങളിലേക്ക് മാറ്റപ്പെടുന്നുണ്ട്. എസ്ബഹാന്റെ കിഴക്ക് ജബൽ ബറേസ് റേഞ്ച്, തെക്കൻ കിഴക്ക് മുതൽ പടിഞ്ഞാറ് കരിങ്കടൽ വരെ വടക്കൻ ഗ്രേറ്റർ കോക്കസസ് റഷ്യയുടെ തെക്കൻ അതിർത്തിയിൽ ഏകദേശം 1200 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ധാരാളം ഹിമാനികളുള്ള വലിയ ഉയരമുള്ള ഒരു യുവ പർവ്വതനിരയാണിത്. ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എൽബ്രസ് വംശനാശം സംഭവിച്ച ഒരു അഗ്നിപർവ്വതമാണ്. നുഴഞ്ഞ കയറ്റത്തിൻ്റെ തെളിവാണ് ഈ ഒരു അഗ്നിപർവ്വതം. നനഞ്ഞ പടിഞ്ഞാറും
വരണ്ട കിഴക്കും തമ്മിലുള്ള കാലാവസ്ഥാ തടസ്സമായിട്ട് ഈ ഒരു പർവ്വതനിര പ്രവർത്തിക്കുന്നുണ്ട്. മുകളിലെ ചെരുവുകളിലെ പുൽമേടുകൾ പ്രധാന സാമ്പത്തിക പ്രവർത്തനമായിട്ട് ആടുകളെ മേയ്ക്കലിനെ പിന്തുണയ്ക്കുന്ന ഏരിയയാണ്. കഴിഞ്ഞ 100ഓളം വർഷമായിട്ട് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പുനർനിർമ്മാണം ഹിമാനികളുടെ ഫലമായിട്ടാണ്. തെക്കൻ ശ്രേണിയായ ലിറ്റിൽ കോക്കസസ് ഇറാനിലേക്കും അനറ്റോലിയയിലേക്കും വ്യാപിച്ചു കിടക്കുന്ന അർമേനിയൻ പീഠഭൂമിയുടെ ഭാഗമാണ്. താഴ്ന്ന റേഞ്ചിലൂടെ ഇത് ഗ്രേറ്റർ കോക്കസുമായിട്ട് ബന്ധിക്കുന്നുണ്ട്. മറ്റൊരിടത്ത് ഖുറ റിയോണി താഴ്വരകളാൽ രണ്ടിനെയും വേർതിരിക്കുന്നുണ്ട്. ലിറ്റിൽ കോക്കസിൽ വംശനാശം സംഭവിച്ച അനേകം അഗ്നിപർവ്വതങ്ങളുണ്ട്. ഇടയ്ക്കിടെ ഭൂകമ്പങ്ങൾക്ക് വിധേയദേശങ്ങൾ. അരാരത്ത് പർവ്വതം തെക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് കാണപ്പെടുന്നതാണ്. ഇത് തുർക്കിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അർമേനിയ, അസർബൈജാൻ, ജോർജിയ, റഷ്യ ഈ പ്രദേശം വിവിധ ആളുകൾക്ക് പ്രകൃതിദത്തമായിട്ടുള്ള ഒരു അഭയ കേന്ദ്രമാണ്. 40ലധികം വ്യത്യസ്ത ദേശങ്ങൾ ഈ പ്രദേശത്തുണ്ട്. മാത്രമല്ല വിവിധ വംശങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വംശീയ വൈവിധ്യത്തിൻ്റെ ഒരു കേന്ദ്രം കൂടിയാണിത്. അർമേനിയൻ പീഠഭൂമി കിഴക്ക് ഇറാനിലേക്കും തെക്ക് കുർദിസ്ഥാനിലേക്കും പടിഞ്ഞാറ് അനറ്റോലിയയിലേക്കും വ്യതിചലിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. അവർ ഉയർന്ന പീഠഭൂമികളെ വലയം ചെയ്യുന്നു. അതിൽ ഉൾഭാഗം അനറ്റോലിയയാണ്. ഏറ്റവും വിസ്തൃതമാണിത്. വടക്ക് ടാറ്റോസ് ഡാഗ്ലാരിയും തെക്ക് ടോറോസ് ഡാഗ്ലാരിയും ബെഡൂയിൻ മരുപ്പച്ച. ഇത്രയാണ് മൗണ്ടെയിൻ റേഞ്ചസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഡെസേർട്ട് ഏരിയയെ കുറിച്ച് നെക്സ്റ്റ് വീഡിയോ നോക്കാം. ഓക്കെ, താങ്ക് യു.